ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്താരാഷ്ട്ര പുരാവസ്തു മാഫിയയ്ക്ക് പങ്കുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി SITക്ക് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ കത്ത്. ഇടപാട് നടന്നത് 500 കോടി രൂപയ്ക്കെന്നും നേരിട്ട് അറിവുള്ള വ്യക്തിയെ അന്വേഷണവുമായി സഹകരിപ്പിക്കാമെന്നും രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. കത്തിന്റെ അടിസ്ഥാനത്തിൽ SIT രമേശ് ചെന്നിത്തലയുടെ മൊഴിയെടുക്കും. ബുധനാഴ്ച രമേശ് ചെന്നിത്തല മൊഴി നൽകും. പുരാവസ്തുക്കളുടെ രാജ്യാന്തര കരിഞ്ചന്തയിൽ സ്വർണ്ണപ്പാളികളുടെ ഇടപാട് നടന്നു എന്നാണ് രമേശ് ചെന്നിത്തലയുടെ ആരോപണം. 500 കോടിയുടെ ഇടപാട് നടന്നുവെന്ന് അറിവ് കിട്ടിയെന്ന് രമേശ് ചെന്നിത്തല അന്വേഷണ സംഘത്തിന് നൽകിയ കത്തിൽ പറയുന്നു. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച അന്താരാഷ്ട്ര മാഫിയയെക്കുറിച്ച് അറിയാവുന്ന വ്യവസായിയാണ് ഇക്കാര്യം തന്നെ അറിയിച്ചതെന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. ഭയം മൂലമാണ് വ്യവസായി ഇക്കാര്യങ്ങൾ തുറന്നു പറയാത്തത്. ഇതിൽ അന്വേഷണം ഉറപ്പു നൽകിയാൽ വ്യവസായിയെ അന്വേഷണവുമായി സഹകരിപ്പിക്കുമെന്ന് രമേശ് ചെന്നിത്തല 24-നോട് പറഞ്ഞു. എൻ്റെ അടുക്കൽ വളരെ വ്യക്തമായ ഒരു വ്യവസായി ഇതിനെപ്പറ്റിയുള്ള വിശദമായ വിവരങ്ങൾ എന്നോട് പറഞ്ഞു. അദ്ദേഹത്തിന് ഭയമുള്ളത് കൊണ്ടാണ് വെളിയിൽ പറയാത്തത്. ഏതായാലും ദ്വാരപാലക ശില്പങ്ങൾ മോഷ്ടിച്ച് ഇത് അന്തർദേശീയ ആൻറ്റിക്സ് മാഫിയയ്ക്ക് വിറ്റു എന്നാണ് അദ്ദേഹം പറയുന്നത്. തീർച്ചയായും വളരെ ഗൗരവമുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഈ വലിയൊരു മാഫിയ ഇതിൻ്റെ പിന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അതാണ് ഞാൻ SIT കത്ത് കൊടുത്തത്. എന്നെ വിളിച്ചാൽ എന്നോട് ആര് പറഞ്ഞു എന്ന് ഞാൻ പറയും. പുരാവസ്തു കടത്തിലെ മുഖ്യ സംഘാടകർ ഇപ്പോഴും അന്വേഷണ പരിധിക്ക് പുറത്താണെന്നും രമേശ് ചെന്നിത്തല ആരോപിക്കുന്നു. സംസ്ഥാനത്തെ ചില വ്യവസായികൾക്കും റാക്കറ്റുകൾക്കും കടത്തുമായി ബന്ധമുണ്ടെന്നും ചെന്നിത്തല ആരോപിക്കുന്നു. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് പ്രത്യേക അന്വേഷണ സംഘത്തലവൻ ADGP വെങ്കടേശനാണ് രമേശ് ചെന്നിത്തല കത്ത് നൽകിയത്. 24 കൊട്ടാരക്കര. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.